വിവാദങ്ങളും കണ്ണടച്ചുള്ള എതിർപ്പുമാണ് പ്രതിപക്ഷത്തിന്റെയും ഒരുപറ്റം മാധ്യമങ്ങളുടെയും ജീവവായു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട്ടെ ബ്രൂവറി. നിലവിൽ സംസ്ഥാനത്ത് 8 ഡിസ്റ്റിലറിയും 10 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയുമാണ്. ഇവയിൽ പലതും UDF കാലത്ത് അനുവദിച്ചതാണ്. അന്നില്ലാത്ത എതിർപ്പാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ സ്പിരിറ്റ് ലോബിക്കു വേണ്ടിയാണ് ബ്രൂവറിക്കെതിരെ ഇപ്പോൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ. സർക്കാർ നടപ്പാക്കുന്ന ഏതൊരു വികസന പ്രവർത്തനങ്ങൾക്കെതിരെയും പിന്തിരിപ്പൻ ചിന്താഗതികളോടെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് കെട്ടിപ്പൊക്കുന്ന ആരോപണങ്ങളുടെ അവസ്ഥ തന്നെയാകും ബ്രൂവറിക്കെതിരെ ഉയർത്തുന്നതിനും. യാഥാർത്ഥ്യങ്ങൾ തെളിയുമ്പോൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കും അല്പായുസ് മാത്രമേ ഉണ്ടാകൂ. എന്താണ് പാലക്കാട്ട് സ്ഥാപിക്കുന്ന ബ്രൂവറിയുടെ യാഥാർത്ഥ്യമെന്ന് സംസാരിക്കുന്ന കണക്കുകൾ ഇതാണ്. പ്രതിവർഷം സംസ്ഥാനം ഇറക്കുമതി ചെയ്യുന്നത് 3000 കോടി രൂപയുടെ സ്പിരിറ്റ്. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ പാലക്കാട് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിനകത്ത് തന്നെ സ്പിരിറ്റ് പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മദ്യത്തിനപ്പുറം എണ്ണ കമ്പനികൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും കൂടിയാണ് ഇത് പരിഹാരം കാണുക. സംസ്ഥാനത്ത് ഒരു സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. അതിനുള്ള മറുപടിയാണ് സംസാരിക്കുന്ന ഈ കണക്കുകൾ. 2024 കേരളത്തിലെത്തിയ ENA അഥവാ എഥനോൾ എന്ന് പറയുന്നത് 39.55 കോടി ലിറ്ററാണ്. ഡിസ്റ്റിലറികൾക്ക് വേണ്ടി എത്തിച്ച ENA ആകട്ടെ 9.21 കോടി ലിറ്ററാണ്. അതായത് മദ്യം ഉൽപാദനത്തിന് വേണ്ടിയുള്ള സ്പിരിറ്റിനായി മാത്രം ചിലവ് 756.22 കോടി രൂപ. മദ്യ ഉൽപാദനം മാത്രമല്ല സ്പിരിറ്റ് കൊണ്ടുള്ള ഉപയോഗം. എണ്ണ കമ്പനികളും സ്പിരിറ്റ് വാങ്ങുന്നുണ്ട്. അവർ ഇറക്കുമതി ചെയ്ത എഥനോൾ 30.26 കോടി ലിറ്റർ. അതായത് ചിലവ് 1966.3 കോടി രൂപ. ഇനി കഴിഞ്ഞ വർഷം വ്യാവസായിക ആവശ്യത്തിനായി ഇറക്കുമതി ചെയ്ത സ്പിരിറ്റ് എന്ന് പറയുന്നത് 8.34 ലക്ഷം ലിറ്ററാണ്. എഥനോൾ ENA ഇറക്കുമതിക്കായി കേരളത്തിന് പുറത്തേക്ക് പ്രതിവർഷം ഒഴുകുന്നത് 3000 കോടിയോളം രൂപയാണ്. ഇതിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം 400 കോടി രൂപ ചിലവാകുന്നു. കേരളത്തിൽ തന്നെ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് നാമമാത്രമായി കുറയും. ഒപ്പം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന ഈ GST വരുമാനം കേരളത്തിന് തന്നെ ലഭിക്കുകയും ചെയ്യും. സംസ്ഥാനത്തിനകത്തെ ആവശ്യം കണക്കിലെടുത്താണ് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തിന് സർക്കാർ പ്രാഥമിക അനുമതി നൽകിയത്. വ്യവസായ സംരംഭം ആയതിനാൽ ടെൻഡർ ആവശ്യമില്ല. ഏകജാലക പരിശോധനയിലൂടെയാണ് പ്രാരംഭ അനുമതി സർക്കാർ നൽകിയതും. സംസ്ഥാനത്ത് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നത് വ്യാവസായിക സംരംഭമാണെന്നും കേരളത്തിന്റെ പ്രതിവർഷ സ്പിരിറ്റ് ആവശ്യകത ലഭ്യമാകാൻ ഈ വ്യാവസായിക സംരംഭത്തിന് സാധിക്കുമെന്ന വസ്തുതയും ഈ സംരംഭം സംസ്ഥാനത്തിനുണ്ടാക്കുന്ന നേട്ടവും അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുകയാണ് പ്രതിപക്ഷം.